എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ടേസ്റ്റി ആയിട്ടുള്ളൊരു മാങ്ങാപ്പുളിയാണ്. ഇതിനായി ഇത്ര വലിപ്പമുള്ളൊരു മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഫുള്ളായിട്ട് എടുക്കുന്നില്ല, ഇതിൻ്റെ മുക്കാൽ ഭാഗമേ എടുക്കുന്നുള്ളൂ. നല്ല പുളിയാണെങ്കിൽ പകുതി എടുത്താൽ മതിയാകും. ഇതിൻ്റെ കൂടെ തന്നെ 5 പച്ചമുളക്, 10 ചുവന്നുള്ളി, 10 അല്ലി വെളുത്തുള്ളി, ചെറിയ പീസ് ഇഞ്ചിയും കൂടി ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കാം. എല്ലാം ഇതേപോലെ മാങ്ങയും എല്ലാം ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു കടായിയിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ചതച്ചെടുത്ത ചുവന്നുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ച മാങ്ങയും ഇഞ്ചിയും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കുറച്ചുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാടങ്ങ് വഴറ്റണ്ട. ഈ സമയത്ത് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് 2 കപ്പ് തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. അത് ഒന്നുകൂടി ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും അതിലേക്ക് 1/4 ടീസ്പൂൺ കായപ്പൊടിയും ഒരു പിഞ്ച് ഉലുവാപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഒരു ചെറിയ പീസ് ശർക്കരയും കൂടെ ചേർക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് താളിച്ച് ചേർക്കാനുണ്ട്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം കടുക് ഇടാം. പിന്നെ ചുവന്നുള്ളി, വറ്റൽമുളക്, കറിവേപ്പില ഇടാം. ഇതെല്ലാം കൂടെ ചേർത്ത് പുളിയിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം.